തമിഴ്നാട്ടിലെ ഈറോഡ് ജില്ലയിലെ പെരുന്തുറക്കടുത്തുള്ള ചെന്നിമലയിൽ സ്ഥിതി ചെയ്യുന്ന മുരുകന്റെ പ്രതിഷ്ഠയുള്ള ഒരു ഹിന്ദു ക്ഷേത്രമാണ് ചെന്നിമലൈ മുരുകൻ ക്ഷേത്രം. അധിപനായ ദേവനെ സീരഗിരി ദണ്ഡയുധപാണി എന്നാണ് വിളിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 600 മീറ്റർ ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതിദത്ത സസ്യജന്തുജാലങ്ങൾക്ക് പേരുകേട്ടതാണ് ഈ കുന്ന്. 1000 പടികളുള്ള സ്റ്റെപ്പ് മാർഗം ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. വാഹന ഗതാഗതയോഗ്യമായ റോഡിലൂടെയും ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്ന കുന്നിൻ മുകളിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. കുന്നിൻ താഴെ കൈലാസനാഥർ ക്ഷേത്രവുമുണ്ട്. ഈറോഡ് ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ മുരുക ക്ഷേത്രമാണിത്. പ്രധാന ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ ഇന്ദ്രവിനായകർ, സെങ്കഴുനീർ പിള്ളയാർ, ആദി വിനായകർ എന്നിവരുടെ ക്ഷേത്രങ്ങളുണ്ട്. സെങ്കഴുനീർ പിള്ളയാർ ക്ഷേത്രത്തിന് സമീപം മാർക്കണ്ഡേയ തീർത്ഥവും കുമാരതീർത്ഥവും ഉണ്ട്. പ്രധാന ശ്രീകോവിലിലേക്കുള്ള വഴിയിൽ കദംബവനേശ്വരർ, സ്കന്ദൻ, ഇടുമ്പൻ എന്നിവരുടെ ദേവാലയങ്ങളുമുണ്ട്. കാവൽ ദേവതയായ മലൈക്കാവലർ മുത്തുകുമാര സാവൻ 2 വാളുകൾ വഹിച്ച് കുന്നിന് കാവൽ നിൽക്കുന്ന ഭാവത്തിൽ നിൽക്കുന്ന ഒരു ശ്രീകോവിലുമുണ്ട്. ദുഷ്ടസ്വാധീനങ്ങളെ അകറ്റാൻ കഴിവുള്ള ഒരു വൃക്ഷമാണ് തുരത്തി മരം എന്നറിയപ്പെടുന്ന മരം. ആ മരവും ക്ഷേത്രത്തിലുണ്ട്. പ്രകൃതിദത്ത സസ്യജന്തുജാലങ്ങൾക്ക് പേരുകേട്ട ഈ കുന്ന്. പച്ചപ്പ് നിറഞ്ഞ വനങ്ങളിൽ അപൂർവ ഔഷധ സസ്യങ്ങളും ഈ കുന്നിലുണ്ട്. ഈ കുന്നിനെ സിരാഗിരി, സിഗരഗിരി, പുഷ്പഗിരി, ചെന്നിയാങ്കിരി, ചെന്നിമല എന്നിങ്ങനെ വിളിക്കുന്നു. കുന്നിന് താഴെയുള്ള നഗരത്തെ ചെന്നിമല എന്നും വിളിക്കുന്നു. കാഞ്ചിമ നദി എന്നും അറിയപ്പെടുന്ന നൊയ്യാലിന്റെ തീരത്താണ് ചെന്നിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ കുന്നിൽ ആരാധനാലയങ്ങൾ, മണ്ഡപങ്ങൾ, തീർത്ഥങ്ങൾ എന്നിവയെല്ലാം രസകരമായ ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രധാന ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ ഇന്ദ്രവിനായകർ, സെങ്കഴുനീർ പിള്ളയാർ, ആദി വിനായകർ എന്നിവരുടെ ക്ഷേത്രങ്ങളാണ്. സെങ്കഴുനീർ പിള്ളയാർ ക്ഷേത്രത്തിന് സമീപം മാർക്കണ്ഡേയ തീർത്ഥവും കുമാരതീർത്ഥവും ഉണ്ട്. പ്രധാന ശ്രീകോവിലിലേക്കുള്ള വഴിയിൽ കദംബവനേശ്വരർ, സ്കന്ദൻ, ഇടുമ്പൻ എന്നീ ദേവാലയങ്ങളുമുണ്ട്. കാവൽ ദേവതയായ മലയ്ക്കാവളർ, മുത്തുകുമാര സാവൻ 2 വാളുകൾ വഹിച്ചു നിൽക്കുന്ന ഒരു ശ്രീകോവിലുമുണ്ട്. കുന്നിന് കാവൽ നിൽക്കുന്ന ഭാവത്തിലാണ്. ദുഷ്ടസ്വാധീനങ്ങളെ അകറ്റാൻ കഴിവുള്ള ഒരു വൃക്ഷമാണ് തുരത്തിമരം. ആ വൃക്ഷം ക്ഷേത്രത്തിലുണ്ട്. 5 നിലകളുള്ള രാജഗോപുരത്തോടുകൂടിയ കിഴക്കോട്ട് ദർശനമുള്ള ക്ഷേത്രമാണിത്. ഒറ്റ പ്രകാരമാണ് ക്ഷേത്രത്തിനുള്ളത്. അധിപനായ ദേവനെ സീരഗിരി ദണ്ഡയുധപാണി എന്നാണ് വിളിക്കുന്നത്. ശ്രീകോവിലിലാണ് അദ്ദേഹത്തെ പാർപ്പിച്ചിരിക്കുന്നത്. സങ്കേതം കിഴക്കോട്ട് ദർശനമാണ്. പൂർത്തിയാകാത്ത ഒന്നാണ് അധിപനായ ദേവത. പ്രധാന ദേവനായ മുരുകനെ സേവായ ഗ്രഹം അല്ലെങ്കിൽ ചൊവ്വഗ്രഹത്തിന് തുല്യമാക്കുന്നു. ബാക്കിയുള്ള 8 ഗ്രഹങ്ങളും ഭഗവാനെ വലയം ചെയ്യുന്നു. ഒരാൾ പ്രധാന ദേവനെ പ്രദക്ഷിണം വച്ചാൽ നവഗ്രഹങ്ങളെ പ്രദക്ഷിണം വച്ചതിന്റെയും പൂജിച്ചതിന്റെയും ഗുണം ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശ്രീകോവിലിനു മുന്നിൽ അർദ്ധമണ്ഡപം, മഹാമണ്ഡപമാണെങ്കിൽ തൊട്ടുമുന്നിലുണ്ട്. മഹാമണ്ഡപത്തിൽ മുത്തുകുമാര സുബ്രഹ്മണ്യരുടെ 2 പത്നിമാരായ വള്ളി, ദൈവാനി എന്നിവരോടൊപ്പം തെക്ക് ദർശനമായി നിൽക്കുന്ന ഒരു ഉത്സവ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നു. ശ്രീകോവിലിനു പുറകിൽ മുരുകന്റെ ഭാര്യമാരായ വള്ളിയുടെയും ദൈവാനിയുടെയും ക്ഷേത്രത്തിലേക്കുള്ള പടവുകളുണ്ട്. ശ്രീവള്ളിയും ശ്രീ ദൈവാനിയും ഒരു കല്ലിലാണ്. ഒരു പ്രത്യേക ക്ഷേത്രത്തിൽ സവിശേഷമായ പ്രത്യേകതയാണ് ശ്രീകോവിലിന്റെ വലതുവശത്ത് മാർക്കണ്ഡേശ്വരനും ശ്രീകോവിലിന്റെ ഇടതുവശത്ത് ഇമയവല്ലിക്കും ഒരു ശ്രീകോവിലുമുണ്ട്. ശിവനെ കിഴക്കോട്ടും ഇമയവല്ലിയുടെ ക്ഷേത്രം തെക്കോട്ടുമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കൂടാതെ ശ്രീകോവിലിന്റെ ഇടതുവശത്തായി വിശ്വനാഥർക്കും വിശാലാക്ഷിക്കുമുള്ള ശ്രീകോവിലുകൾ കാണാം. വിശ്വനാഥരുടെ ശ്രീകോവിൽ ശിവനെ കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അതിനു മുന്നിലുള്ള അർദ്ധമണ്ഡപത്തിൽ അദ്ദേഹത്തിന്റെ പത്നി വിശാലാക്ഷി തെക്ക് ദർശനമായി പ്രതിഷ്ഠിക്കുന്നു. ക്ഷേത്രത്തിനു തൊട്ടുമുന്നിൽ പുളിയാടി വിനായകർ എന്ന പേരിൽ വിനായകർക്ക് ഒരു ശ്രീകോവിലുണ്ട്. പിന്നക്കു സിദ്ധർ ഗുഹ 18 തമിഴ് സിദ്ധരിൽ ഒരാളായ പിണ്ണാക്കു സിദ്ധർ ഇവിടെ താമസിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. ഇവിടെ കുന്നിൻമുകളിൽ ഒരു ഗുഹയുമുണ്ട്. ഇത് പിന്നക്കു സിദ്ധരുടെ വാസസ്ഥലമായി കണക്കാക്കപ്പെടുന്നു. ഗുഹയുടെ മുൻവശത്തെ മുറ്റം വ്യത്യസ്ത വലിപ്പത്തിലും ആകൃതിയിലുമുള്ള വേൽ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഈ ഗുഹയ്ക്ക് പഴനി മലയിലെ ബോഗർ സിദ്ധർ ഗുഹയിലേക്കുള്ള ഭൂഗർഭപാതയുണ്ടെന്ന് പറയപ്പെടുന്നു. ഈ ഗുഹയ്ക്ക് സമീപം ശരവണ മാമുനിവരുടെ ജീവസമാധി കാണാം. ഈ ക്ഷേത്രത്തിനടുത്തായി വളരെ പുരാതനമായ മറ്റൊരു ഗുഹയുമുണ്ട്. ശരവണ മുനിവർ ആവാഹനഗീതങ്ങൾ ഉൾപ്പെടെ 207 ശ്ലോകങ്ങളുള്ള ചെന്നിമലൈ സ്ഥലപുരാണം 6 ഖണ്ഡങ്ങളായി തിരിച്ചിരിക്കുന്നു. ചെപ്പേടുകണ്ഠ മാൻമിയം, സീരഗിരി മാൻമിയം, പുഷ്പഗിരി മാൻമിയം, കാച്ചി മാൻമിയം, ഇടുമ്പുനുകു വഴി കടിയ മാൻമിയം, ആലയം കണ്ട മാൻമിയം എന്നിവയാണ് അവ. ഈ മഹത്തായ കൃതിയുടെ രചയിതാവ് കവി വിശുദ്ധ ശരവണ മുനിവറാണ്. ക്ഷേത്രം ആദ്യം പണികഴിപ്പിച്ചത് ശരവണ മുനിവർ തന്നെയാണെന്നും ആഘോഷങ്ങൾക്ക് അദ്ദേഹം തുടക്കമിട്ടതാണെന്നും ഈ പുസ്തകം പരാമർശിക്കുന്നു. ശരവണ മുനിവർ തിരുവാവിനൻകുടിയിലെ പഴനിയിൽ ചെന്ന് പഴനി മലയിൽ പ്രദക്ഷിണം നടത്തി പ്രാർത്ഥിക്കുകയും ഭഗവാന് ചെന്നിമലൈ സ്ഥലപുരാണം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. മുരുകന്റെ ദൈവിക നിർദ്ദേശപ്രകാരം ശരവണ മുനിവർ കാഞ്ചീപുരത്തെത്തി സ്ഥലപുരാണത്തിലെ ചെമ്പ് ഫലകത്തിന്റെ ഒരു പകർപ്പ് കൊണ്ടുവന്നു. അദ്ദേഹം ചെന്നിമലയിൽ എത്തിയപ്പോൾ സ്ഥലപുരാണത്തിലെ ചിത്രീകരണം ജീവസ്സുറ്റതായി ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു. അദ്ദേഹം മുരുകന്റെ ക്ഷേത്രവും വള്ളിക്കും ദൈവാനിക്കും പ്രത്യേകം പ്രതിഷ്ഠയും നിർമ്മിച്ചു. പിന്നീട് അദ്ദേഹം ചെന്നിമല നഗരത്തിലെ സുബ്രഹ്മണ്യ തീർത്ഥത്തിന് സമീപം കൈലാസനാഥർക്ക് ഒരു ക്ഷേത്രവും പണിതു. ഈ ക്ഷേത്രത്തിലെ ചിത്രമണ്ഡപത്തിൽ അദ്ദേഹം മുരുകന്റെയും വള്ളി ദൈവാനിയുടെയും പ്രതിഷ്ഠ സ്ഥാപിച്ചു.
പഴനിയിലേതിന് സമാനമായി ക്ഷേത്രവാഹനവും ഉണ്ടാക്കി. കുന്നിൻ മുകളിലും നഗരത്തിലും ഒരുപോലെയാണ് ചെന്നിമലയുടെ ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പ്രശസ്ത കവി തേവാസികമണി ഗൗണ്ടറാണ് ഈ പുരാണത്തിന്റെ യഥാർത്ഥ താളിയോല ലിഖിതം അച്ചടിയിൽ കൊണ്ടുവന്നത്. സ്ഥലപുരാണമനുസരിച്ച് ഈ ദേവൻ ശരവണ മുനിവരന് ഒറ്റമുഖനായ മുരുകനായി ദർശനം നൽകി. രാജകുമാരിമാരായ അമൃതവല്ലിയും സുന്ദരവല്ലിയും ഇവിടെ മുരുകനുവേണ്ടി തപസ്സു ചെയ്തു. 2 രാജകുമാരിമാരായ അമൃതവല്ലിയും സുന്ദരവല്ലിയും സുബ്രഹ്മണ്യരുടെ ഭാര്യമാരായ വള്ളിയായും ദൈവാനിയായും പുനർജനിക്കുന്നതിനായി തപസ്സ് ചെയ്തതായും ഐതിഹ്യമുണ്ട്. ഈ ക്ഷേത്രത്തിലെ മുരുകൻ നാണയങ്ങളുടെ സമ്പത്തായ പടിക്കാസ് നൽകി അരുണഗിരിനാഥർ അനുഗ്രഹിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. ഇവിടെ തൈര് പൊളിക്കില്ല. ചെന്നിമലയിലെ മുരുക ഭഗവാന് പാലും തൈരും പ്രത്യേക വഴിപാടായി ഉപയോഗിക്കുന്നു. ഇവിടെ തൈര് പൊളിക്കില്ലെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. മറ്റൊരു ഐതിഹ്യം ആദിശേഷനും വായുവും തമ്മിലുള്ള യുദ്ധമാണ്. ആദിശേഷൻ മഹാമേരു മലയിൽ മറഞ്ഞിരുന്നു. വായു ഭഗവാൻ മലയുടെ മുകൾ ഭാഗത്തുനിന്നും വീശിയടിക്കുകയും മലയുടെ ഭാഗങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ വീഴുകയും ചെയ്യുന്നു. ഈറോഡ് ജില്ലയിലെ പെരുന്തുറയിലാണ് കുന്നിന്റെ കിരീടമോ അഗ്രമോ വീണത് എന്നാണ് പറയുന്നത്. അതിനാൽ ചെന്നിമല എന്ന പേര് ലഭിച്ചു. തമിഴിൽ ചെന്നി എന്നാൽ തല എന്നാണ് അർത്ഥമാക്കുന്നത്. എന്നാൽ ഇക്കാലത്ത് ചെന്നി എന്നത് സാധാരണയായി ഉപയോഗിക്കുന്ന പദമല്ല. പല ചോളരാജാക്കന്മാരിൽ ഒരാളായ ശിവാലയ ചോളൻ ബ്രഹ്മഹതി ദോഷം ബാധിച്ച് തീർത്ഥാടനത്തിനായി ഈ ക്ഷേത്രത്തിലെത്തി. മുരുകൻ പൂജാരിയുടെ രൂപത്തിൽ വന്ന് പൂജ നടത്തി. രാജാവ് അടുത്തുള്ള നദിയിൽ കുളിക്കാൻ പോയപ്പോൾ പുരോഹിതനെ കണ്ടു. അത് ഭഗവാൻ മുരുകൻ തന്നെയാണെന്ന് മനസ്സിലായി. ശിവാലയ ചോളൻ ക്ഷേത്രം കൂടുതൽ വികസിപ്പിക്കുകയും തിരുകടയൂരിൽ നിന്ന് പൂജാരിമാരെ കൊണ്ടുവരികയും ചെയ്തു. ഭഗവാൻ മുരുകന്റെ ഭാര്യമാരായ വള്ളിക്കും ദേവസേനക്കും പ്രധാന ക്ഷേത്രത്തിന് പുറകിലുള്ള ഒരു ചെറിയ കുന്നിൻ മുകളിൽ ഒരു ക്ഷേത്രമുണ്ട്. ഈ സ്ഥലത്ത് എത്താൻ പടികളുണ്ട്. ഇവിടെ അവരെ അമൃതവല്ലി എന്നും സുന്ദരവല്ലി എന്നും വിളിക്കുന്നു. മുരുകൻ ദണ്ഡായുധപാണിയുടെ രൂപത്തിലായതിനാൽ ദേവിമാർ അദ്ദേഹത്തോടൊപ്പമില്ല. അവർ മുരുകനെ വിവാഹം കഴിക്കാൻ തപസ്സു ചെയ്യുന്ന ഭാവത്തിലാണ് ഉള്ളത്. ജനുവരി-ഫെബ്രുവരിയിൽ 15 ദിവസത്തെ തൈപ്പൂസം ഉത്സവം ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്നു. മാർച്ച്-ഏപ്രിലിലെ 7 ദിവസത്തെ പങ്കുനി ഉതിരവും ഒക്ടോബർ-നവംബർ മാസങ്ങളിലെ 6 ദിവസത്തെ സ്കന്ദഷഷ്ടിയും ആയിരക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്നു. ചിത്ര പൗർണമി, വൈകാശി വിശാഖം, ആദി അമാവാസി ദിനം എന്നിവയും ഇവിടെ ആഘോഷിക്കുന്നു. പ്രതിമാസ കൃതിക ദിനങ്ങളും മുരുക ആരാധനയുമായി ബന്ധപ്പെട്ട ദിവസങ്ങളും തമിഴ്, ഇംഗ്ലീഷ് പുതുവത്സര ദിനങ്ങളും ദീപാവലിയും ക്ഷേത്രത്തിലെ ഉത്സവ ദിവസങ്ങളാണ്. എല്ലാ മാസവും അമാവാസി ദിനത്തിൽ ഷഷ്ടി, കീർത്തികൈ വിശേഷാൽ ഉത്സവങ്ങൾ നടത്തപ്പെടുന്നു. എല്ലാ ചൊവ്വാഴ്ചയും ഈ ക്ഷേത്രത്തിൽ മുരുകനോടുള്ള പ്രാർത്ഥനകൾ വളരെ ആവേശത്തോടെ നടത്തപ്പെടുന്നു. എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് രഥഘോഷയാത്രയും നടക്കും. തായമാസത്തിൽ കുന്നിൻ താഴെയുള്ള കൈലാസനാഥർ ക്ഷേത്രത്തിൽ വാർഷിക ഉത്സവം ആഘോഷിക്കുന്നു. ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുന്നതും ഈ ക്ഷേത്രത്തിലെ പ്രത്യേകതയാണ്. നിരവധി ഭക്തർ ഈ വ്രതമെടുത്ത് 6 ദിവസം ക്ഷേത്ര പരിസരത്ത് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മാസപ്പിറവിക്ക് ശേഷമുള്ള ഷഷ്ടിദിനവും വളരെ ഭക്തിയോടെ ആചരിക്കുന്നു. പ്രത്യേകിച്ച് സന്താനങ്ങളില്ലാത്ത ഭക്തർ ഈ ഷഷ്ടിവ്രതം ആത്മാർത്ഥമായി ആചരിക്കുന്നു. അവരുടെ നേർച്ച നിറവേറ്റുന്നതിനായി പരമ്പരാഗതമായി കുടുംബങ്ങൾ വരുന്ന നിരവധി ഉദാഹരണങ്ങളുണ്ട്. കന്ദഷഷ്ടി കവചം വഴിപാട് മുരുകൻ ഭക്തരുടെ പ്രചാരത്തിലുള്ള ദൈനംദിന പ്രാർത്ഥനയായ കന്ദഷഷ്ടി കവചം ആദ്യമായി ഈ ക്ഷേത്രത്തിൽ ബാലൻ ദേവരായ സ്വാമികൾ ലോകത്തിന് സമർപ്പിച്ചു എന്നതാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന സവിശേഷത. അന്നുമുതൽ ഇന്നുവരെ നിരവധി ഭക്തർ ദിവസവും കന്ദഷഷ്ടി കവചം ചൊല്ലുന്നു. പുതിയ വീട് പണിയുന്നതിനോ കുട്ടികളുടെ വിവാഹം നടത്തുന്നതിനോ വസ്തു ഇടപാടുകൾ, ബിസിനസ് തുടങ്ങൽ, ദൈവകൽപ്പനകൾ അനുസരിക്കുക തുടങ്ങിയ സുപ്രധാന സംഭവങ്ങൾക്ക് മറ്റെന്തെങ്കിലും കാര്യത്തിനോ പോകുന്നതിനു മുമ്പ് ഭഗവാന്റെ അനുവാദം ചോദിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ പതിവാണ്. ഭക്തർ അർച്ചനയും ശിരസപ്പൂ വഴിപാടും നടത്തുന്നു. ശിരസുപ്പൂ ഉത്തരവു വഴി മുരുകനോട് അംഗീകാരം തേടുന്നു. പ്രതികരണം പോസിറ്റീവ് ആണെങ്കിൽ അവർ സന്തോഷത്തോടെ ആ സംഭവവുമായി മുന്നോട്ടു പോകുന്നു. പ്രതികരണം നെഗറ്റീവ് ആണെങ്കിൽ ആ പരിപാടിയിൽ നിന്നും പിന്മാറുകയും ചെയ്യുന്നു. ദേവസ്ഥാനം പരിപാലിക്കുന്ന ക്ഷേത്ര കാളകളാണ് ദിവസവും അഭിഷേകത്തിനുള്ള പുണ്യജലം കൊണ്ടുവരുന്നത്. അലങ്കരിച്ച കാളകൾ 1320 പടികൾ താണ്ടിയുള്ള അഭിഷേക സാധനങ്ങൾ വഹിക്കുന്നു. ഈ നടപടിക്രമം മറ്റ് ക്ഷേത്രങ്ങളിൽ കാണാൻ പറ്റാത്ത ഒരു അദ്ഭുത കാഴ്ച തന്നെയാണ്. 12 വർഷത്തിലൊരിക്കൽ സംശയാതീതമായി ഒഴുകുന്ന മാമാങ്ക തീർത്ഥ എന്ന അരുവി ഈ ക്ഷേത്രത്തിലുണ്ട്. 12 വർഷത്തിലൊരിക്കൽ വരൾച്ചക്കാലത്ത് ഒരു നീരുറവ വെള്ളം ഒഴുകുന്നു. ഈ നീരുറവ മലക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്താണ്. ഇതൊരു അത്ഭുതകരമായ ദൈവിക സംഭവമാണ്. മാമാങ്ക തീർത്ഥ വിനായകർ എന്ന് വിളിക്കപ്പെടുന്ന നീരുറവയ്ക്ക് സമീപമുള്ള വിനായകനുണ്ട്. ജനങ്ങൾ ഈ വിനായകനെയും പുണ്യ നീരുറവകളെയും വളരെ ഭക്തിയോടെ ആരാധിക്കുന്നു. ദിവസവും രാവിലെ 5:30 ഗോപൂജ നടത്തുന്നു. ദർശനത്തിനും പൂജയ്ക്കുമായി രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെ ഇടവേളകളില്ലാതെ മലക്ഷേത്രം തുറക്കുന്നു. രാത്രി 8:15 അർദ്ധജാമ പൂജയ്ക്ക് ശേഷം ക്ഷേത്രം അടച്ചിടും. നൈവേദ്യ നാളികേര പൂജ, പാലും തൈരും അഭിഷേകം, വാഹനപൂജ, ശിരസുപൂജ, പ്രത്യേക ദർശനം, വിവാഹ ചടങ്ങുകൾ, കാതുകുത്തൽ ചടങ്ങ്, രഥപൂജ തുടങ്ങി നിരവധി പൂജകൾ ഇവിടെയുണ്ട്. ഒരാൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പൂജയുടെ തരമനുസരിച്ച് നിരക്കുകൾ വ്യത്യാസപ്പെടാം. നാളികേരം, പൂവ്, പഴങ്ങൾ, നെയ്യ് തുടങ്ങിയ സാധനങ്ങൾ കടകളിൽ വിൽക്കുന്നു. ഭക്തർക്ക് ലഡ്ഡു, മുറുക്ക്, മുളക് വട, ആദിരസം എന്നിവ പ്രസാദമായി ലഭിക്കും. ഈറോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചെന്നിമലൈ മുരുകൻ ക്ഷേത്രം
കൽവാരി മല അല്ലെങ്കിൽ യേശുമല എന്ന് പുനർനാമകരണം ചെയ്യാൻ നിർദ്ദേശിച്ച പ്രാദേശിക ക്രിസ്ത്യൻ മുന്നണി ഗ്രൂപ്പിന്റെ ഈയിടെ വിവാദപ്രസംഗം കാരണം വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട്. തലമുറകളായി ചെന്നിമലൈ മുരുകനെ ആരാധിക്കുന്ന പ്രാദേശിക ഹിന്ദുക്കൾക്കിടയിൽ ഈ നിർദ്ദേശം വിവാദം സൃഷ്ടിച്ചു. ഈറോഡിനും കോയമ്പത്തൂരിനും ഇടയിലാണ് ചെന്നിമല സ്ഥിതി ചെയ്യുന്നത്. ദേവനാഗിരിയിലെ സിരാഗിരി എന്നും ചെന്നിയൻഗിരി എന്നും തമിഴിൽ ചെന്നിമലൈ എന്നും അറിയപ്പെടുന്നു. ഈ കുന്ന് അതിന്റെ അടിത്തട്ടിൽ നഗരത്തിന് അതിന്റെ പേര് നൽകുന്നു. ഈ കുന്നിനെ സിഗരഗിരി, പുഷ്പഗിരി, സിരാഗിരി എന്നീ പേരുകളിലും വിളിക്കുന്നു. മുരുകനെ സ്തുതിക്കുന്ന കന്ദഷഷ്ടി കവചം എന്ന ആരാധനാഗീതം ഈ ക്ഷേത്രത്തിൽ ആദ്യമായി അവതരിപ്പിച്ചത് ശ്രീ ബാലദേവരായ സ്വാമികളാണ്. ഈറോഡ് ജില്ലയിലെ ചെന്നിമലയിൽ ഹിന്ദുസമൂഹം കൂടുതലായി താമസിക്കുന്നിടത്ത് അനധികൃത ക്രിസ്ത്യൻ പ്രാർത്ഥനാ യോഗങ്ങൾ നടന്നത് പ്രാദേശിക സംഘർഷങ്ങൾക്ക് കാരണമായി. ഈ മീറ്റിംഗുകൾ ക്രിസ്ത്യൻ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കാനും പട്ടണത്തിനു പുറത്തുള്ള ആളുകളെ ആകർഷിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ്. ഉച്ചഭാഷിണിയിലൂടെ ഹിന്ദു ദൈവങ്ങളെക്കുറിച്ച് അപകീർത്തികരമായ പരാമർശങ്ങൾ ഈ സമ്മേളനങ്ങളിൽ ഹിന്ദു നിവാസികളെ ആഴത്തിൽ വ്രണപ്പെടുത്തി. പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെങ്കിലും അനധികൃത യോഗങ്ങൾ തുടർന്നു. 2023 സെപ്റ്റംബർ 17 ഭാരതീയ ജനതാ പാർട്ടി അംഗങ്ങൾ യോഗങ്ങളെ എതിർക്കുകയും ശരിയായ അനുമതികൾ ക്രിസ്ത്യൻ സംഘടനകളോട് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ ഒരു ഏറ്റുമുട്ടലുണ്ടായി. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. ശാരീരിക വാക്കേറ്റത്തിലേക്ക് നീങ്ങുകയും കൊലപാതകശ്രമം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തി പോലീസ് BJP അംഗങ്ങളും ഹിന്ദു മുന്നണിക്കും എതിരെ കേസെടുക്കുകയും ചെയ്തു. ക്രിസ്ത്യൻ സംഘടനകളും റവല്യൂഷണറി യൂത്ത് ഫ്രണ്ട്, വിടുതലൈ ചിരുതൈകൾ പാർട്ടി, MDMK തുടങ്ങിയ രാഷ്ട്രീയ സംഘടനകളും പ്രാർത്ഥനാ യോഗങ്ങളെ എതിർക്കുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ചിന്നസ്വാമി, തമിഴരശൻ എന്നീ 2 വ്യക്തികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് ഏകപക്ഷീയമായി പെരുമാറി. BJPയെയും ഹിന്ദു മുന്നണിക്കാരെയും ഈ സംഭവം ഞെട്ടിച്ചു. 2023 സെപ്റ്റംബർ 26 നടന്ന ഒരു ക്രിസ്ത്യൻ സമ്മേളനത്തിൽ ചില പ്രഭാഷകർ ചെന്നിമലൈ മുരുകൻ ക്ഷേത്ര കുന്നിനെ കൽവാരി കുന്ന് എന്ന പേരാക്കി മാറ്റാനുള്ള ഉദ്ദേശ്യം പ്രകടിപ്പിച്ചതിനാൽ ആശങ്കകൾ ഉയർത്തി. ഹിന്ദു സംഘടനകൾ പ്രതിഷേധങ്ങൾക്ക് പിന്തുണ സമാഹരിച്ചു. പ്രശ്നം ഒരു മതപരമായ വിഷയമായി രൂപാന്തരപ്പെട്ടു. മുരുക ഭക്തരെ വിഷമിപ്പിക്കുകയും പ്രദേശത്ത് കൂടുതൽ സമ്മേളനങ്ങളും ജാഥകളും സംഘർഷങ്ങളും ഉണ്ടാക്കുകയും ചെയ്തു. ചില രാഷ്ട്രീയ പാർട്ടികളുടെ പ്രേരണയാൽ ക്രിസ്ത്യൻ മുന്നണിയും പ്രാദേശിക ക്രിസ്ത്യൻ മിഷനറിമാരും ചേർന്ന് വിശുദ്ധ ഹൈന്ദവ ആരാധനാലയമായ ചെന്നിമലയുടെ പേര് മാറ്റുമെന്ന് പരസ്യമായി വിവാദ പ്രസംഗം നടത്തിയെന്ന് ഹിന്ദു മുന്നണി ആരോപിച്ചു. ഈ നടപടി ഹിന്ദുക്കളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയെന്ന് ഹിന്ദു മുന്നണി ശക്തമായി അപലപിച്ചു. 2023 ഒക്ടോബർ 13 പ്രതിഷേധം സംഘടിപ്പിച്ചു. കൂടാതെ ചില പ്രാദേശിക രാഷ്ട്രീയക്കാരുടെ പിന്തുണയോടെയാണ് ക്രിസ്ത്യൻ മുന്നണി ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും അവർ ആരോപിച്ചു. 24 വിശുദ്ധജലങ്ങളാണ് ചെന്നിമലയ്ക്ക് ചുറ്റും സ്ഥിതി ചെയ്യുന്നത്. ഇന്ദ്രതീർത്ഥം, അഗ്നിതീർത്ഥം, ഇമതീർത്ഥം, നിരുതിതീർത്ഥം, വരുണതീർത്ഥം, വായുതീർത്ഥം, കുബേരതീർത്ഥം, ഈശാനതീർത്ഥം, കാശിതീർത്ഥം, പാച്ചിതീർത്ഥം, മാമാങ്കതീർത്ഥം, അഗസ്ത്യതീർത്ഥം, സൻഭാഗതീർത്ഥം, സാമുണ്ഡിതീർത്ഥം, കൃതികതീർത്ഥം, മാർക്കണ്ഡേയതീർത്ഥം, വരാതിതീർത്ഥം, കാളിതീർത്ഥം, നവവീരതീർത്ഥം, ശാരദാംബിക തീർത്ഥം, ദേവീതീർത്ഥം, നെടുമാൽ തീർത്ഥം, ബ്രഹ്മതീർത്ഥം, സുബ്രഹ്മണ്യതീർത്ഥം. കണ്ടുകാണച്ച് സുനൈ ഈ വസന്തം യോഗികൾക്കും സന്യാസിമാർക്കും മാത്രമേ കാണാൻ കഴിയൂ. സൂക്തം 27 സിരഗിരി മാൻമിയം, സുബ്രഹ്മണ്യതീർത്ഥം. മലയടിവാരത്തിന്റെ വടക്കുഭാഗത്താണ് ഇത് കാണപ്പെടുന്നത്. ഇതിനെ ശരവണ പൊയ്കൈ, കുമാരതീർത്ഥം എന്നും വിളിക്കുന്നു. ഈ നീരുറവയുടെ തീരത്താണ് ശരവണ മുനിവർ ഈ നഗരം സ്ഥാപിച്ചത്. ആ ലയം കണ്ട നമ്യം ശ്ലോകം 11. ക്ഷേത്രം പരിപാലിക്കുന്ന ഒരു ഗോശാലയുണ്ട്. ഗോപൂജയ്ക്ക് പശുവിനെയും മൂലവർക്ക് അഭിഷേകത്തിനുള്ള തീർത്ഥം കൊണ്ടുവരാനായി കാളകളെയും വളർത്തുന്നുണ്ട്. ദേവസ്ഥാനം പരിപാലിക്കുന്ന ക്ഷേത്ര കാളകളാണ് ദിവസവും അഭിഷേകത്തിനുള്ള പുണ്യജലം കൊണ്ടുവരുന്നത്. ക്ഷേത്രത്തിന്റെ അടിവാരത്ത് വേട്ടുവപ്പാളയം വേലൻ തമ്പിരാൻ പണികഴിപ്പിച്ച മണ്ഡപത്തിൽ ഒരു ലിഖിതമുണ്ട്. കുമാരവർമ്മ സുന്ദരപാണ്ഡ്യന്റെ കാലത്ത് മുരുങ്കൈ പെരുന്തൊഴുവർ മുരുകനു സമർപ്പിച്ച നിവേദ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതിൽ നിന്ന് ലഭിക്കുന്നു. ശ്രീകോവിലിന്റെ പ്രവേശന കവാടത്തിന്റെ ഇടതുവശത്തും ഒരു ലിഖിതമുണ്ട്. ഈ ലിഖിതം കലിയുഗ വർഷം 1641 ലേതാണ്. ഇതിന് ഏകദേശം 357 വർഷം പഴക്കമുണ്ടാകാം. 600 വർഷം പഴക്കമുള്ള മറ്റൊരു ലിഖിതമുണ്ട്. ആ ലിഖിതമനുസരിച്ച് ഈ സ്ഥലത്തെ പിടരിയൂർ എന്ന് വിളിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിദൂര ഭൂതകാലത്തിലാണ് ക്ഷേത്രത്തിന്റെ സ്ഥലപുരാണം എഴുതപ്പെട്ടത്. യഥാർത്ഥ താളിയോല ലിഖിതങ്ങളായിരുന്നു. അതൊരു പുസ്തകമായി പ്രസിദ്ധീകരിച്ചു. ഗവേഷണത്തിനും പണ്ഡിതന്മാരുമായുള്ള സംഭാഷണത്തിനും ശേഷം തൈവാസികമണി ഗൗണ്ടർ അത് ഒരു പുസ്തകമായി പ്രസിദ്ധീകരിച്ചു. അരുണഗിരിനാഥർ തന്റെ കൃതികളിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. കവി സന്യാസി ശരവണ മുനിവർ ഈ ക്ഷേത്രത്തിന് സ്ഥലപുരാണം രചിക്കുകയും മോക്ഷത്തിന്റെയും ദൈവസ്നേഹത്തിന്റെയും ആനന്ദത്തെക്കുറിച്ചും നിരവധി ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ഇവ കൂടാതെ പടികാസു പുലവരും മറ്റുള്ളവരും രചിച്ച നിരവധി കീർത്തനങ്ങളും ഗാനങ്ങളുമുണ്ട്. ക്ഷേത്രങ്ങൾ കേവലം ആരാധനാലയങ്ങൾ മാത്രമല്ല, പ്രദേശത്തിന്റെ പാരമ്പര്യം മനസ്സിലാക്കുന്നതിനുള്ള അവിഭാജ്യ ഘടകമാണ്.